ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാത്ത ഒരു ശരീരഭാഷ ഇത്തവണ യെച്ചൂരിക്ക് ഉണ്ടായി എന്നതാണ് ഈ ചോദ്യത്തോട് അദ്ദേഹത്തിന്റെ പ്രതികരണം കാണിക്കുന്നത്. മുമ്പ് ഒരിക്കലും ഇല്ലാത്ത ശരീരഭാഷ. പക്ഷേ പാർട്ടിക്കകത്ത്, ഇപ്പോൾ കേരളത്തിലെ പാർട്ടിക്കകത്ത് ഒരു വി.എസ്. അച്യുതാനന്ദനും പിണറായി വിജയനും പോലെ ഒരു എതിർധ്രുവം ഉണ്ടാക്കാൻ ഇപ്പോൾ യെച്ചൂരിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ ദീർഘകാലം കൊണ്ട് നമ്മുടെ ചരിത്രം അതാണ്. ആദ്യം നായനാരും വി.എസും, പിന്നെ വി.എസും പിണറായി, അങ്ങനെ ഈ പിണറായിയും അടുത്ത ആളാര് എന്ന ദ്വന്ദ്വത്തിലേക്ക് പാർട്ടി എത്തിക്കാൻ യെച്ചൂരിക്ക് കഴിയുമോ? അങ്ങനെ വന്നാൽ പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ പിണറായി വിജയന്റെ ആധിപത്യം നഷ്ടപ്പെടുകയും കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുന്നു കേരളത്തിലെ CPM പിണറായി വിജയൻ ഒഴിയണമെന്ന്. അങ്ങനെ ഒഴിയണമെന്ന് കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചാൽ പിണറായി വിജയൻ ഒഴിയേണ്ടി വരും, അല്ലെങ്കിൽ ശൈലി മാറ്റണമെന്ന് അവർ ആവശ്യപ്പെട്ടാൽ മതി. അതൊക്കെ ചെയ്യുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ അതിന്റെ ചില ലക്ഷണങ്ങൾ താഴെയും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു ലക്ഷണം എന്താ? പി ജയരാജൻ കണ്ണൂരിൽ ഒരു കൗണ്ടറാണല്ലോ പി ജയരാജൻ പാർട്ടിയുടെ. ജയരാജൻ ആർമിയൊക്കെ ഉള്ളത്, അദ്ദേഹത്തിനെ വല്ലാതെ വിമർശിച്ചു, എന്തിനാ വ്യക്തിപൂജയ്ക്ക്. പക്ഷെ അതിനേക്കാൾ എത്രയോ വലിയ വ്യക്തിപൂജയാണ് പിണറായി വിജയന് വേണ്ടി ഇവിടെ ഓരോരുത്തർ നടത്തണമെന്ന് ചോദിച്ചാൽ അപ്പൊ ജയരാജന് പാടില്ല, പിണറായി വിജയൻ ആവാം എന്നേ ഉള്ളൂ. തിരുവാതിര കളി വരെ ഉണ്ടായില്ലേ, കാരണഭൂതൻ തിരുവാതിര കളി. അപ്പൊ കാരണഭൂതൻ തിരുവാതിര കളി ഒരു ഇതുവരെ പിണറായി വിജയൻ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ. അത് ഇപ്പോഴും സൈറ്റിലുണ്ടല്ലോ, യൂട്യൂബിലുണ്ടല്ലോ, നമുക്ക് വേണ്ടിയിട്ടാ കാണാം. ഇത്ര വൃത്തികെട്ട രൂപത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അത് ആസ്വദിച്ചുവെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് അപമാനമാണ് സത്യത്തിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വിശ്വസിച്ചിരുന്ന, അതിൽ പ്രവർത്തിച്ചിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് വലിയ അപമാനമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ജയരാജൻ പറഞ്ഞ കാര്യം വളരെ കൃത്യമല്ലേ. ശൈലജ ടീച്ചറെ തോൽപ്പിച്ചത് വടകരയിലെ ജനങ്ങൾ തന്നെയാണ്. എന്തിനാ അത്? മറ്റു പല കാരണങ്ങൾ ഉണ്ടാവാം. ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാം, ഷാഫി എന്ന നേതാവിനോടുള്ള താല്പര്യം ഉണ്ടാവാം, TP കേസ് ഉണ്ടാവാം. അതിനേക്കാളൊക്കെ വിരുദ്ധം ഒരു കാര്യം ജയരാജൻ പറഞ്ഞതാണ്. എന്താ കാര്യം? ശൈലജ ടീച്ചർ കേരളത്തിൽ മുഖ്യമന്ത്രിയാവണം. അവർക്ക് അത്ര വലിയ ഇംഗ്ലീഷൊന്നും അറിയില്ല, നമ്മൾ കണ്ടതാണ്. നേരെ മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശൈലജ ടീച്ചർ വരണം, ഒരു മന്ത്രിയെങ്കിലും ആകാൻ തയ്യാറായി. ശൈലജ ടീച്ചറെ ഒതുക്കി എങ്ങനെയെങ്കിലും ഡൽഹിക്ക് കയറ്റിവിട്ടാൽ ശൈലജ ടീച്ചറെ, രാധാകൃഷ്ണൻ, തോമസ് ഐസക്, അങ്ങനെ കുറെ ലിസ്റ്റുണ്ട്, വിജയരാഘവൻ, അവരൊക്കെ വിട്ടാൽ അവരവിടെ പോയിരുന്നോളൂ. പിന്നെ നിങ്ങളൊന്നും വലിയ ഉണ്ടാക്കില്ല. ഇവിടെ മുഖ്യമന്ത്രി ഞാൻ, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടപ്പെട്ടവർ മരുവനോ ആരെങ്കിലുമൊക്കെ വരും, ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പൊ ആ വഴി അങ്ങ് വെട്ടി റെഡിയാക്കി വന്നതാണ്. അപ്പോഴാണ് ഈ ചക്രായുധം പി ജയരാജൻ പ്രയോഗിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി ശൈലജ ടീച്ചറെ ജനങ്ങൾ തോൽപ്പിച്ചത് അവർ കേരളത്തിൽ നിൽക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ്. ഞാൻ ജയരാജനെ പൂർണ്ണമായും നിഷേധിക്കുന്നില്ല. അങ്ങനെ കുറെ ആൾ വടകരയിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം അല്ലെങ്കിൽ CPM ഇത്രയും വോട്ട് കിട്ടുന്ന സ്ഥലത്ത് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം ഈ ഷാഫി പറമ്പിൽ 1.25 ലക്ഷം വോട്ട് ജയിക്കണേ? ഇപ്പൊ ക്ലിപ്പിന്റെയോ അല്ലെങ്കിൽ മറ്റേ കാഫിയറോ ഒക്കെ നിൽക്കട്ടെ. അതിനേക്കാളൊക്കെ പ്രധാനം സത്യസന്ധമായി ഈ കാര്യം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ശൈലജ ടീച്ചർ മഹത്തായ എന്തെങ്കിലും കർമ്മം ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പിണറായി വിജയന്റെ പോലെയുള്ള ഒരു അഹന്ത അവർ കാണിക്കുന്നില്ല. അത് തന്നെയാണ് കാര്യം. അതുകൊണ്ടാണ് കോവിഡ് കാലത്ത് അവരെ മിണ്ടാനുവദിച്ചില്ലല്ലോ. അവരെ ബൊമ്മ പോലെ കൊണ്ടിരുത്തി അല്ലേ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയത്. 144 കാക്കകൾക്ക് ഭക്ഷണം കൊടുത്തു, 27 കോഴികൾക്ക് ഭക്ഷണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടല്ലേ. കോഴിക്ക് വെള്ളം വെക്കൂ, ഉറുമ്പിന് തീറ്റ കൊടുക്കൂ എന്നൊക്കെ ഡെവില് 6 മണിക്ക് വന്നിരുന്ന് പറഞ്ഞ് നമ്മളൊക്കെ കേട്ട് വിട്ടുപോയത്. അങ്ങനെയാണുള്ള കോട്ട് ചെയ്തത്. പോട്ടെ. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശൈലജ ടീച്ചറുടെ സംഭാവന എന്താണെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും ഒരു ത്രെറ്റ് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചു. അതാണ് ജയരാജൻ പൊളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു.